ഈ വാർത്ത ബേസിക്കലി കേരളത്തിലെ സുഡാപ്പികൾക്ക് വലിയ നിരാശയുണ്ടാകും. കാരണം ഈ വാർത്തകൾ, ഞാൻ ഈ പറയാൻ പോകുന്ന വീഡിയോയിലെ കണ്ടന്റ് BBC കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ ഗാസയും ഹമാസിനെ പറ്റിയും വെസ്റ്റ് ബാങ്കിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്ന അൽ ജസീറ 24 മണിക്കൂറായിട്ടും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടേ ഇല്ല. ഇന്റർനാഷണൽ പല ന്യൂസ് ഏജൻസി, അസോസിയേറ്റഡ് പ്രസ്, AFP റിപ്പോർട്ട് ചെയ്തു, മറ്റു പല ഏജൻസികളും, റോയിറ്റേഴ്സ്, അവർ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഈ 3-4 മണിക്കൂർ ഏജൻസികളുടെ കാര്യം പറയും. ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട മെയിൻ ചാനലുകളും പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, പിന്നെ ഗ്രാജുവലി മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ ഗാസയെ പറ്റി, ഹമാസിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്ന BBC ആണെങ്കിലും അൽ ജസീറ ആണെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ് ഈ പ്രധാനപ്പെട്ട ഈ ഐറ്റം എന്ന് പറയുന്നത്, ഈ സംഭവം എന്ന് പറയുന്നത്? ഗാസയുടെ ചരിത്രത്തിൽ ആദ്യമായി ഹമാസിൻ്റെ അകത്ത് ഹമാസ് അനുകൂലികളായ വലിയൊരു ജനങ്ങള് വലിയ പ്രതിഷേധം നടത്തുകയാണ് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ. ആയിരക്കണക്കിന് പേരാണ് അവർ ഒരുമിച്ച് ഈ പ്രകടനത്തിൽ പങ്കാളികളാകുന്നത്. അപ്പം ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ വീഡിയോ ലിങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലിങ്ക് ചെയ്യും. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകാം. സ്കൈ ന്യൂസ് ആണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റ് പലയിടത്തും ഞാനിത് ചോദിച്ചറിഞ്ഞു, ഇൻക്ലൂഡിങ് ഗാസയിൽ നിന്നും ഇസ്രായേലി ഒഫീഷ്യൽസ് നിന്നും ചോദിച്ചറിഞ്ഞു. ഗാസ പാലസ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്ന ചില ഇന്റർനാഷണൽ ഏജൻസികളുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ട്, അവർ ജെറുസലേമിലുണ്ട്, അവരുമായിട്ട് ചോദിച്ച് കൺഫേം ചെയ്തു. അവിടെ വലിയ പ്രതിഷേധം നടക്കുക ഹമാസിനെതിരെ. ആദ്യമായിട്ട് ഹമാസിനെ ടെററിസ്റ്റുകൾ എന്ന് വിളിച്ച്, ടെററിസ്റ്റുകൾ ഇവിടെ നിന്നും പുറത്തു പോകണമെന്ന് പ്രതിഷേധക്കാർ പ്ലക്കാർഡും വെച്ച് അവിടെ പ്രതിഷേധം നടത്തുകയാണ്. കാരണം അവർക്കും മടുത്തു. മനസ്സിലാക്കുകയും നോയമ്പ് സമയത്താണ് ഇതുണ്ടായിരിക്കുന്നത്. കാരണം അവിടെ ആഹാരമില്ല, മരുന്നില്ല, വെള്ളമില്ല, എല്ലാം കുറച്ച്. കാരണം ഇസ്രായേൽ ബ്ലോക്ക് ചെയ്തേക്കും. കഴിഞ്ഞ 17 മാസമായിട്ട് ഹമാസ് മുഖാന്തരം ആ ഗാസ സ്ട്രിപ്പിനകത്ത് ഇവർക്ക് അവിടെ കഴിയാൻ വയ്യ. കാരണം യാതൊരു നിവർത്തിയില്ല. കുഞ്ഞുങ്ങൾക്ക് പാലില്ല, മെഡിസിൻ ഇല്ല, ഒന്നുമില്ല. അവർ പറയുന്നത് അവർക്ക് എങ്ങനെങ്കിലും ക്രോസ് ചെയ്യണം ഈജിപ്തിലോട്ട്. അതിന് ഹമാസ് സമ്മതിക്കുന്നുമില്ല. മനസ്സിലാക്കുക, കേരളത്തിലെ സുഡാപ്പികളെ, യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് സീറോയിൽ അവിടെ ജീവിക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി എന്താണ് ഈ ടെററിസം, എന്താണ് ഈ മതഭീകരത. അല്ലെങ്കിൽ ഇതേപോലെ ഒരു പുണ്യമാസം, ആ സമയത്ത് ഹമാസ് എന്ന മത തീവ്രവാദ സംഘടനയാണ്. അവർക്കെതിരെ അവർ നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ, അതായത് ഹമാസ് അഡ്മിനിസ്ട്രേഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അവരൊരുമിച്ച് വളരെയധികം പേര് പല ഭാഗത്തും ഹമാസിനെതിരെ പ്രകടനം നടത്തുന്നു. കാരണം ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല. 17 മാസമായിട്ട് അവർ കംപ്ലീറ്റ് ഡിസ്പ്ലേ, അവിടുന്ന് അങ്ങോട്ട് പോകുന്നു, ഇവിടുന്ന് അങ്ങോട്ട് വരുന്നു, ആകെ വന്ന് വീഴുന്ന ബോംബുകൾ മാത്രം. എന്നിട്ട് അവർ പറയുന്നത് എത്രയും വേഗം ഇസ്രായേലി ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുക, ഞങ്ങൾ ഇവിടുന്ന് പോകാൻ തയ്യാറാണ്. ഇതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യവും. അമേരിക്കയുടെ ലക്ഷ്യം ഇത് തന്നെയാണ്, ഇവർ പുറത്തു പോകണം. ഹമാസിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഹമാസ് അനുകൂലികളായുള്ളവരെ ഹമാസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വളരെ സിമ്പിൾ. എന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാത്തത്? റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇത്രയും നാളും ഈ അൽ ജസീറയും BBC-ക്കകത്ത് സുഡാപ്പികൾ കയറി അങ്ങ് മേയുക. അവർക്കൊന്നും ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഈ അടുത്ത സമയത്ത് ഓസ്കാറിന് അവാർഡ് കിട്ടിയ ഹന്തൻ ദലാൽ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി മേക്കറുണ്ട്. അപ്പം അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ വെസ്റ്റ് ബാങ്കിലാണ് താമസിച്ചുണ്ട്. ഇപ്പം പുതിയ ന്യൂ സെറ്റിലേഴ്സ് വരുന്നുണ്ട്, ജൂയിഷ് കോളനി. അപ്പം അയാള് നോ പ്ലേസ് ഫോർ ലിവിങ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി. അപ്പം അയാളെ അവിടെ ഉള്ള ഇസ്രായേലി പോലീസ് അവിടെ നാട്ടുകാർ കയറി കൈകാര്യം ചെയ്തു. കാരണം ഇയാൾ അവിടെ ഈ ഇസ്രായേലി കമ്മ്യൂണിറ്റി എടുത്ത് ജീവിക്കുമ്പോൾ ഈ ഹമാസിന് അനുകൂലമായ നിലപാടെടുത്തു. മനസ്സിലാക്കുക, ലോകത്ത് മുഴുവൻ ഇസ്രായേലിനകത്തും പുറത്തുമൊക്കെ ആന്റി സെമറ്റിക് രീതിയിൽ പ്രവർത്തിച്ചവരെയും കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഓസ്കാർ വിന്നറെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ റിപ്പോർട്ടായിട്ട് വരികയാണ്. അതായത് ജനങ്ങളും അടുത്തു. ഇനി മറ്റൊരു റിപ്പോർട്ട് വരുന്നു, ഈ പറയുന്ന ഡോക്യുമെന്ററി മേഖല കൈകാര്യം ചെയ്ത് ഇസ്രായേലികളല്ല,
അവിടെയുള്ള ഹമാസ് അനുകൂലികളെ കൈകാര്യം ചെയ്തത്. ഇത് ആര് പറയുന്നത് വിശ്വസിക്കുന്നുള്ളതാണ് അടുത്ത തമാശ. അപ്പൊ അയാൾ തന്നെ പല ഇന്റർവ്യൂവിലും പറയുന്നു അയാൾക്ക് ഉറപ്പില്ല ഇത് ജൂയിഷ് ആണോ അവിടെയുള്ള വെസ്റ്റ് ബാങ്കിലുള്ള ഇസ്ലാം വിശ്വാസികളാണ്. കാരണം അവർക്കും അടുത്തു. ഇതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ടെററിസത്തിന് ഒരു ഷോർട്ട് ലൈഫേ ഉള്ളൂ, ഇതൊരു ലോങ് ലൈഫില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ കേരളത്തിലെ സുഡാപ്പികൾക്കും മിനി താലിബാനും മിനി പാകിസ്ഥാനും മനസ്സിലാവത്തില്ല. അതുകൊണ്ടല്ലേ അവർക്ക് വേണ്ടി പ്രയർ നടത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കി എത്ര പേരാണ് അവിടെ കൊല്ലപ്പെടുന്നത്? ഈ ഹമാസിന്റെ ഭീകരവാദികളെ ഓരോരുത്തരെ വെച്ചിട്ട് സ്പോട്ട് ചെയ്തിട്ട് അടിക്കുന്നേ. അവരുടെ പ്രധാനമന്ത്രിയോ അവരുടെ ആരോഗ്യമന്ത്രിയോ, ഈ ആരോഗ്യമന്ത്രി തീർന്നു പോയി. എന്നിട്ട് ആരോഗ്യ മന്ത്രാലയം എവിടെയാണ് ഈ മന്ത്രാലയം? അവർ പറഞ്ഞ 50,000 മുകളിൽ പോയി. അതായത് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ന്യൂസിനകത്ത്, കാരണം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിക്കും. അതേപോലെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവർ തീരുമാനിക്കും ഈ സുഡാപ്പികളെ ഇവിടുന്ന് പുറത്താക്കാൻ. അതോടുകൂടി നിന്റെ വെടിയും തീരും. പക്ഷെ അതിനു വേണ്ടി അവർക്ക് സപ്പോർട്ടീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ, ക്രൈസ്തവരും ഹിന്ദുക്കളും ഒറ്റക്കെട്ടായിട്ട് ഈ സുഡാപ്പികളെ എതിർക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം അത് വലിച്ചിട്ടത്. കാരണം അയാൾ നേരെ നിൽക്കുവാണെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യനും മുസ്ലിം ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി ഒരുമിച്ച് ഈ ആൻറ്റി സുഡാപ്പികളെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് ആൻറ്റി സുഡാപ്പികൾ എന്ന് പറയുന്നവർ, അവർക്ക് സപ്പോർട്ട് കിട്ടുമ്പോൾ ഈ സുഡാപ്പികൾ അവർ പുറത്താക്കും. ഇത് ലോകത്തെല്ലാം ഉണ്ടാകുന്ന സംഭവം. അതാണ് ഇപ്പോൾ ഗാസയിൽ സംഭവിച്ചത്. ഇപ്പൊ ഗാസ ഇത് വായിക്കുമ്പം നിങ്ങൾക്കിത് ദഹിക്കാൻ പറ്റത്തില്ലായിരിക്കും. കാരണം നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങൾ പ്രാർത്ഥന നടത്തുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മനസ്സിലാക്കുക. അതായത് ടെററിസം, മത തീവ്രത, ഇത് ഒരു പരിധിക്കുള്ളിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഖത്തർ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് ഖത്തർ വേൾഡ് കപ്പ് ലോകത്തിന് തുറന്നു കൊടുക്കും. ഇതോടുകൂടി ലോകത്തിന് മനസ്സിലാകും എന്താണ് ഇസ്ലാമിക തീവ്ര വിശ്വാസം, വഹാബിസം, സലഫിസം. അത് ഇസ്ലാമിൻ്റെ തലയ്ക്കടി കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കൂ. ഓരോന്ന് ഇറാനിൽ എന്തുണ്ടായി, സൗദി അറേബ്യ വന്നിരിക്കുന്ന മാറ്റം നോക്ക്, അവിടുത്തെ കിങ് എവിടെ MBS മുഹമ്മദ് ബിൻ സൽമാൻ കൊണ്ടുവന്ന ചേഞ്ചസ് നോക്ക്. അതായത് ഈ ഹലാലും ഹറാം എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ അത് പൂജ്യത്തിലോട്ട് കൊണ്ടുവരികയാണ്. ആ റവല്യൂഷണറി മാറ്റം ലോകത്തുണ്ടാക്കിയതിൻ്റെ ഒരു ആക്കം കൂട്ടി ഖത്തർ വേൾഡ് കപ്പ്. അതോടുകൂടി ഖത്തറിൻ്റെ എല്ലാ രീതിയിലും അവർക്കുണ്ടായിരുന്ന ഇമേജ് ശരിക്കും ബെൻഡ് ചെയ്തോ, ഒടിഞ്ഞോ. കാരണം അപ്പോഴെന്നെ ഖത്തറിനെ മനസ്സിലാവുന്ന ഈ സാധനം എന്തുവാന്ന്. ഇതാണ് അന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ഇന്ന് പ്രാവർത്തികമായിട്ട് പോകുന്നത്. ഇൻക്ലൂഡിങ് അത് ഗാസയിൽ കണ്ടു, തീവ്രവാദികളെ എതിർക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് ഖത്തർ ഓണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യാതെ ഇത്രയും നാൾ ഹമാസ് വലിയ സംഭവം എന്ന് പറഞ്ഞു. സ്വന്തം ജനങ്ങൾ ഹമാസിനെതിരെ തിരിഞ്ഞ് അവർക്ക് അതിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം മുഴുവനും സൂടാപ്പികളായി അതിൻ്റെ അകത്ത്. ഇത് ലോകത്തെല്ലായിടത്തും സംഭവിക്കും, ഉറപ്പായിട്ട് ഇത് കേരളത്തിൽ സംഭവിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ BJPയെ രാജീവ് ചന്ദ്രശേഖരനെ കണക്ട് ചെയ്ത് കൊടുത്തത്. കാരണം ആ രീതിയിൽ ഉണ്ടാവുകയാണ് കേരളത്തിൽ സുഡാപ്പി സാധനം ഇല്ലാതാകും. ജനങ്ങൾക്ക് ബോധ്യപ്പെടും, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഡിജിറ്റൽ യുഗമാണ്, അതെങ്കിലും തലയ്ക്കകത്തിടുന്നത് ഏറ്റവും നല്ലത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, Google Pay, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക,
എന്താണത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.